وعلى آله പരിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായമായ സൂറത്തുൽ മുഅ്മിനൂനിലെ 14-ാമത്തെ ആയത്തിന്റെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല മനുഷ്യ സൃഷ്ടിപ്പിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. ഇതെന്തിനാണ്? അതാണ് നമുക്ക് പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു മനുഷ്യൻ കുഞ്ഞായി രൂപപ്പെടുന്നത് എന്ന സയൻസ് അല്ല, ശാസ്ത്രമല്ല, മറിച്ച് അത് പഠിക്കുക വഴി, ആ അറിവ് നേടുക വഴി ഒരു വലിയ സത്യം മനുഷ്യരെല്ലാവരും ഉൾക്കൊള്ളും. ഒരു മനുഷ്യ കുഞ്ഞ്, നമ്മളൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യ കുഞ്ഞായി രൂപപ്പെട്ടത്? സൂറത്തുൽ ഇൻസാൻ എന്ന് പറയുന്നത് ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഉൻ മദ്കൂറ, പ്രസ്താവിക്കപ്പെടാൻ കഴിയാതിരുന്ന, പറയാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ട് മനുഷ്യൻ. നമ്മളില്ലാത്തൊരു കാലഘട്ടം, നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് ഒരു കാലം കഴിഞ്ഞു പോയി. പിന്നീട് നമ്മുടെ മുമ്പയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞായി വളർന്ന് ഒരു ശിശുവായി പുറത്തു വന്ന ഈ ഘട്ടത്തെ അല്പം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു വലിയ സത്യം ഉൾക്കൊള്ളാൻ. അത് ഉൾക്കൊള്ളലാണ് ഈ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയത്തിന്റെ അർത്ഥം നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സുമ്മ ഹലക്കിനെ നുതുഫത്ത, എന്താ പറഞ്ഞത്? സുമ്മ ജഅൽനാഹു നുതുഫത്തൻ ഫീ ഖറാറിൻ മക്കീൻ, ഒരു ഭദ്രമായ താവളത്തിൽ അല്ലാഹു തആല ഒരു നുതുഫത്താക്കി വെച്ചു. ആ ഭദ്രമായ താവളം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രമാണ്. സുമ്മ ഹലക്കിനെ നുതുഫത്ത അലക്കത്ത്, പിന്നെ ആ നുതുഫത്തിനെ ബീജത്തെ ഭ്രൂണമാക്കി മാറ്റി, അലക്കത്താക്കി മാറ്റി. ആ അലക്കത്തിനെ സുമ്മ ഹലക്കിനെ അലക്കത്തെ മുഴുവൻ, അതിനെ മാംസമിട്ടമാക്കി. പിന്നീട് ഇപ്പൊ ഹലക്കിനെ മുഴുവത്തെ വിവാഹം, അതിനെ എന്താക്കി മാറ്റി? ഈ ഭ്രൂണത്തെ മാംസമിട്ടമാക്കി മാറ്റി, മാംസമിട്ടത്തെ എന്താക്കി മാറ്റി? അപ്പൊ കസൗനൽ ഇളാമലഹ്മ, ആ വാർത്ത ഓർത്തു നോക്കണേ. കസൗനൽ ഇളാമലഹ്മ, അത് മനസ്സിലാക്കി വെക്കണം. ഞാൻ ഇൻഷാഅല്ലാഹ് വേറെ ആയത്തെ കാണിക്കും. അപ്പൊ വാക്ക് നന്നായിട്ട് പൊതുവെ വേണം. കസൗനൽ ഇളാമലഹ്മ, അതെ, ആ എല്ലിനെ പിന്നെ മാംസം പൊതിഞ്ഞു. പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുക്കും. ഒരു തവളാപ്പൂവിൽ പോലുണ്ടായിരുന്ന ഒരു സാധനത്തെ ഒരു സുന്ദരനായ ഒരു മനുഷ്യൻ കുഞ്ഞാക്കി മറ്റൊരു സൃഷ്ടിയായി വളർത്തി. ഈ മാറ്റം വരുത്തിയത് ആരാണ്? അല്ലാഹു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആയത്തിന്റെ അർത്ഥം പറഞ്ഞു. അർത്ഥം നമ്മൾ എഴുതി, ഓരോ വാക്കിന്റെ ആയത്തിന്റെ അർത്ഥം എഴുതാക്കി. എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് അറിയുന്നത്? അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാനില്ല. അടുത്ത ആഴ്ച പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് പറയാം, മനുഷ്യക്കുഞ്ഞായി പിറന്നതിന് ശേഷം പിന്നീട് ഒരുപാട് ഘട്ടങ്ങൾ, സാധാരണഗതിയിൽ ഒരുപാട് ഘട്ടങ്ങൾ പിന്നി കഴിയാനുണ്ട് ഉണ്ടല്ലോ, ഇല്ലേ? ഒരു മനുഷ്യക്കുഞ്ഞായി പിറന്നതിന് ശേഷം നമ്മൾ ഓരോരുത്തരും അവനവന്റെ കാര്യം നമുക്ക് എത്ര കാലം പിന്നിട്ടു, എത്ര വയസ്സ് പിന്നിട്ടു, ഇതിനിടയ്ക്ക് എത്ര ഘട്ടങ്ങൾ പിന്നിട്ടു, ജീവിതത്തിലെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായി, അല്ലെ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലം, പിന്നെ വലിയ ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലം, പിന്നെ ഒരു ജോലിക്ക് വേണ്ടി അലഞ്ഞു നടന്ന കാലം, ജോലി കിട്ടിയ കാലം, കല്യാണം കഴിച്ച ദിവസം, കല്യാണം കഴിച്ച കാലം, കല്യാണം കഴിച്ച കുട്ടിയായ കാലം, അല്ലെ? ഇങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ പിന്നിട്ടില്ല. അതൊന്നും അമ്മ പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ എന്താ പറയാ? തുമ്മ ഇന്നും വായനതാനില്ല, വായിച്ചിട്ടില്ല. അടുത്ത ആയത്ത് വായിച്ചാൽ മതി, നമുക്ക് പഠിക്കാൻ. ഞാൻ ആയത്ത് പഠിപ്പിക്കാനല്ല. എന്തിനാണ് ഇത് പറഞ്ഞത്? തുമ്മ ഇന്നും വായനതാനിക്ക, പിന്നെ അതിനുശേഷം കുഞ്ഞായി പിറന്നു, അതിനുശേഷം മയ്യിത്താണ്. അതിന്റെ അടിമൊന്നും പറഞ്ഞില്ല. ഇവിടെയാണ് ഇനി ഞാൻ അതിന് നിങ്ങൾക്ക് ആയത്തിൽ കാണിച്ചുതരാം. ഈ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഘട്ടത്തെ കുറിച്ചല്ല പറയുന്നത്. അതിന്റെ സയൻസ് എടുത്തിട്ട് ഖുർആൻ ദൈവികമാണ് എന്ന് പറയാനോ പ്രസംഗിക്കാനോ അതിനു വേണ്ടി മാത്രമല്ല.
സയൻസ് പറയാം നമുക്ക്. സയൻസ് ഏത് കാര്യത്തിലും ഖുർആനുമായി ബന്ധപ്പെട്ട് പറയുന്ന സയൻസ് പറയാം. സയൻസ് എന്താവും ചിലപ്പോൾ മാറും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഖുർആൻ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വിഷയം പറഞ്ഞതിന് ശേഷം എന്തിനാണ് ഇത് അള്ളാഹ് പറഞ്ഞത്, ഈ ഘട്ടത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയതുണ്ട്. ഈ ഖുർആൻ കേൾക്കുന്ന ഒരാളിക്കൂടി മനുഷ്യന്മാർ, ഖുർആൻ ആരോട് സംസാരിക്കുന്നു? ജനങ്ങളോട്. ഈ ജനങ്ങളെല്ലാം ഈ ഘട്ടം പിന്നിട്ട് വന്നവരാണ്, അല്ലെ? ഈ ഘട്ടം പിന്നിട്ട് വന്നവരാണ്. എങ്കിൽ അമ്മ ഇത് ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണ്? അമ്മ ഇന്നത്തെ കാലതാരങ്ങളും വൈകിട്ടു ഇങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ മയ്യത്താവും. മയ്യത്താവും, ശരി. അങ്ങനെ മയ്യത്ത് എന്നാൽ നിങ്ങൾ മയ്യത്തായിക്കോട്ടെ, അങ്ങനെ പറയാൻ പറ്റില്ല. അടുത്ത ആയത്തിൽ തുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. അതാണ് പ്രശ്നം. തുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. പിന്നീട് നിങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടും. അതാണ് പ്രശ്നം. പിന്നിട്ട ആയുസുകൾ, നാളുകൾ, കെട്ടേക്കാൻ അത് ചോദ്യം ചെയ്യുന്നു. അപ്പൊ ഇത് പറഞ്ഞ മെസ്സേജ് നിങ്ങൾ നോക്കി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പിന്നെ ഈ അല്ലെ, ആലാക്കത്ത്. ഈ ആലക്ക് ആണ് ഖുർആനിലെ ആദ്യത്തെ സൂറത്ത്. സൂറത്തിൽ ആലക്ക്, അല്ലെ? അലക്കിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. ഒറ്റ കാര്യമാണ്. ഘട്ടങ്ങളൊന്നും പറയാം. ഈ പിന്നെ നുട്ടുഫത്തോ അല്ലെങ്കിൽ മുതുകത്തോ ഇതാതൊന്നും പറഞ്ഞില്ല. അതായത് ഈ നുട്ടുഫത്ത് എന്ന് പറഞ്ഞാല് ആണിന്റെ ബീജമാണ്, ശുക്ലത്തിൽ ഉണ്ടാകുന്ന ബീജമാണ്, അല്ലെ? അലക്കത്ത് എന്ന് പറയുമ്പോൾ നുട്ടുഫത്ത് ആണിന് മാത്രം ബന്ധപ്പെടുന്ന സംഗതിയാണ്. നുട്ടുഫത്ത് എന്ന് പറയുന്നത് പെണ്ണിന്റെ അണ്ടവും കൂടി ചേർന്നതാണ്. ആണും പെണ്ണും ഒരേപോലെ പങ്കാളിയാകുന്ന രംഗമാണെന്ന് നുട്ടുഫത്ത് എന്തായി മാറാം? അലക്കത്തായിട്ട് മാറുമെന്ന് പറഞ്ഞു. അതാണ് ആദ്യം അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്. സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ വായിച്ചു തുടങ്ങാൻ. ഏത് വായിക്കാനാണ്? ഇങ്ങനെ വായിക്കണേ. നമ്മള് വായനാദിനത്തിന്റെ അന്ന് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഡെക്കറേഷൻ ഭയങ്കരമായിട്ട് വേദനായി. കണ്ട് ചപ്പും വായിക്കാനെന്നെല്ലാം പറഞ്ഞേ. ഈ പറഞ്ഞത് ആദ്യം വായിക്കേണ്ടത് എന്താണ്? ഈ ഗ്രന്ഥമാണ് വായിക്കേണ്ടത്. അല്ലെങ്കിൽ നിന്നെ സൃഷ്ടിച്ചവർക്ക് ആ സൃഷ്ടിപ്പാണ് ഈ പറഞ്ഞത്. ഈ ആയത്തിൽ നോക്കി ഹലത്ത ഞാൻ തലപ്പുറ പറയണ. ഈ ആയത്തിൽ എത്ര തവണ പറഞ്ഞു? 12ാമത്തെ ആയത്തൊക്കെ പറഞ്ഞല്ലേ? അല്ലേ? 12ാമത്തെ ആയത്തൊക്കെ പറഞ്ഞേ ആണോ? ആണ്. ഹലക്കിനൽ ഹലക 1, 2 ഹലക്കിന വീണ്ടും 13 അല്ലെ 14 അല്ലെ? അതിൽ എത്ര ഹലക്ക പറഞ്ഞു? 14ാമത്തെ എത്ര ഹലക്ക പറഞ്ഞു? എത്ര പറഞ്ഞു? 1, 2, 3, 4, 5 എണ്ണമാണ്. ഹലക്ക ഹലക്കൻ ഖാലിഖ്. മനസ്സിലായിട്ടാ? നിന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ വായിക്കുക. സൃഷ്ടാവിനെ ഓർമ്മപ്പെടുത്തുന്നത് പടച്ചവനാണ്, നമ്മൾ ഉണ്ടാക്കിയവനെ. വീണ്ടും അലക്കിനെ സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞതാണ് ഈ അറിവ്. ഈ ആയത്താണ് സൂര്യ മുമ്പിനോല്ലേ? ഈമാൻ കിട്ടണം, നമുക്ക് മുമ്പിനാവണം. ശ്രദ്ധിക്കണം ശരിക്കും. അക്രം വായിക്കണം. ആ വായന വായിക്കണത് മുമ്പിനോട് വായിക്കണത്. നിന്റെ റബ്ബ് എത്ര അത്യുദാരനാണെന്ന് വായിക്കാം. അറിഞ്ഞുകൂടാത്തത് പഠിപ്പിച്ചത് എന്താ? നമ്മൾ ഇത്രയും കാലം പറഞ്ഞത് അറിഞ്ഞുകൂടാത്തത് പഠിപ്പിച്ചു. അറിഞ്ഞുകൂടാത്തത് പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക്
കുറിച്ചുള്ള അറിവാണ്. ഇവരല്ലേ നമ്മൾ പഠിക്കും, ഇവരല്ലേ പഠിക്കും. സ്കൂൾ പോകാതെ പഠിച്ചാൽ കഴിയില്ലേ? മദ്രസ പോകാതെ പഠിച്ചില്ലേ? സ്കൂൾ പോകാതെ പഠിച്ചില്ലേ? കോളേജിൽ പോകാതെ പഠിച്ചില്ലേ? കോളേജിൽ പോയാലേ നമ്മൾ പഠിച്ച ആൾക്കാരില്ലേ? ഇല്ലേ? വലിയ വലിയ ശാസ്ത്രജ്ഞന്മാര്, അറിയപ്പെട്ട ആൾക്കാർ പലരുണ്ട്. അതിനെന്ത് വേണ്ട? ഈ സംവിധാനങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ മനുഷ്യർക്ക് എല്ലാവർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യം എന്താണ്? ഒരു മറക്കപ്പുറത്തുള്ള ലോകമുണ്ട്. ദൃശ്യമായ ലോകത്ത് നമുക്ക് കണ്ടുകൊണ്ട് കണ്ടും കേട്ടും വായിച്ചൊക്കെ പഠിക്കാം, അല്ലെ? എന്നാൽ ഇതിനപ്പുറത്തുള്ള ലോകത്ത് ആര് പഠിപ്പിച്ചിരണം? ആ അറിവുണ്ടാവട്ടെ. ആ അറിവെന്താണ്? മനുഷ്യ ശേഷം ഉണ്ടാവുന്നതും എഴുന്നേൽപ്പിക്കപ്പെടുമെന്നതാണ് ഈ ആയത്തിന്റെ സന്ദേശം. അതാണ്. ഇനി ഞാൻ നിങ്ങൾക്കത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹജ്ജിലെ 5-ാമത്തെ അധ്യായം കാണിച്ചു. ബഅസിനെ കുറിച്ച് സംശയമുള്ളത് അതെന്താ പറഞ്ഞത്? 22 തൊട്ട് മുന്നിലെ സൂറത്ത് ഹജ്ജ്. നമ്മൾ 23 മുമ്പിനാണ് പഠിക്കുന്നത്. തൊട്ട് മുകളിൽ 22 ഹജ്ജ്. അതിൽ 5-ാമത്തെ ആയത്ത് വെച്ചോളൂ. ആശയം മനസ്സിലാവുക. നമ്മൾ വായിച്ച തുമ്മ ഹലക്കനെ അലക്കത്ത് ഈ ആയത്ത് അത് നൽകുന്ന സന്ദേശം എന്താണ്? യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. ആയത് ശ്രദ്ധിക്കുക. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. ഈ കുന്തു ഫീ റൈബിൻ മിനൽ ബഅസി, ബഅസിനെ പറ്റി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തുറന്നു പറയും. വ്യക്തമായിട്ട് വളരെ സുതാര്യമായിട്ടുള്ള പറയുന്നത്. ബഅസിനെ പറ്റി സംശയമുണ്ടെങ്കിൽ, മരണത്തിന് ശേഷമുള്ള വീട്ടിൽ സംശയമുണ്ടെങ്കിൽ നമ്മൾ ഭൂമിയോട് വായിച്ച ആയത്താണ് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ആയത്തിന്റെ സന്ദേശം ബഅസാണ്. ആയത്തിന്റെ സന്ദേശം എന്താണ്? ബഅസാണ്. അല്ലാതെ നമ്മളെ ഈ മാറി വന്നതിന്റെ ശാസ്ത്രം പഠിപ്പിക്കാനല്ല. ഈ കുന്തുമിനൽ ബഅസ് ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ്. അത് ഏതായാലും കിട്ടും. നേരത്തെ പറഞ്ഞ പിന്നെ ഖലഖന ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിന്റെ സത്യമാണ്. അതാണ് ഈ പറഞ്ഞ മിൻ തുറാബ്.
ثم من نطفة ثم من علقة نطفة علقة ثم من مضغة ആ മുതൽ നേരത്തെ പറഞ്ഞു അലക്കത്തെ മുതൽ എന്ന് പറയുന്നത് ثم من مضغة ആ മുതലത്തിന് തന്നെ രണ്ട് രൂപമുണ്ട് മുഹല്ലക്കത്തുണ്ട് വൈറു മുഹല്ലക്കത്തുണ്ട് രൂപം നൽകിയതും രൂപം നൽകപ്പെടാത്ത രണ്ടവസ്ഥ അതേപോലെ നമ്മൾ ഇതിന്റെ വിശദീകരണം കൂടിയാണ് ഇത് നേരത്തെ പറഞ്ഞ ഇമാമിന് എന്തുണ്ട് രണ്ട് മുതലത്തിന് രണ്ടവസ്ഥ ആ മുതലത്തിന്റെ രണ്ടവസ്ഥയാണത് അലക്കത്ത് നേരെ മാംസപിണ്ഡമായി അതിന് രൂപം ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട് രൂപം ഇല്ലാത്തൊരവസ്ഥയുണ്ട് രണ്ടവസ്ഥകൾ ആ അവസ്ഥക്ക് ശേഷമാണ് എന്തായി മാറുന്നത് എല്ലായിട്ടും മാറുന്നത് ഈ രൂപയ്യനൊക്കെ വിദ്യാർത്ഥികളെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശദീകരിച്ച് തരികയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന എത്രയാണോ അത്രയും ദിവസം നാം അതിനെ ആ അർഹാമാണ് നിർവ്വാഹം അതാണ് നമ്മൾ ഇതായിട്ട് പിന്നെ കറാറുമാക്കി ഉമ്മ ആ കറാറുമാക്കി ഭദ്രമായ ഒരു താവളം പറഞ്ഞില്ലേ അതാണ് എന്റെ നിർവ്വാഹം അത് അതിന് മുസമ്മാണ് എത്ര എന്നുള്ളത് എല്ലാവരും നിർവ്വാഹത്തിന് പിന്നെ 9 മാസമോ 10 ദിവസമോ ആണോ അല്ല അങ്ങനെ അന്ന് ഉദ്ദേശിക്കുന്ന ടൈമായാൽ അത് ചിലപ്പോൾ 6 മാസം മുതലേ തുടങ്ങാം ചിലപ്പോൾ അത്ര ആയിരം കഴിയും ഒക്കെ ഉണ്ടാകും ബാക്കി തിഫില പിന്നീട് നാം ഒരു കുട്ടിയായി തിഫിലായി അതിനപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു അതാണ് ഹൽക്കനാഹ് തുമ്മ അൻഷനാവും ഹൽക്കനാഹ് എന്ന് പറഞ്ഞ ആയത്തിൽ ആ ഹൽക്കനാഹറാണ് തിഫിൽ അത് ഈ ഘട്ടങ്ങളൊക്കെ ഈ ഋതുമത്തും അലക്കത്തും മുതത്തൊക്കെ മാറിയിട്ട് പിന്നെ പുറത്തേക്ക് വരുന്ന ഏത് രൂപത്തിലാണ് തിഫിലായിട്ടാണ് എന്താ തിഫിൽ കുട്ടിയായിട്ടാണ് അതാണ് തുമ്മൊരു അശുദ്ധത്വം പിന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്രാപിക്കാൻ ആവശ്യമായ ശക്തിയും പിന്നെ പ്രായബോധ്യമൊക്കെ നിങ്ങൾക്കാവും എന്നാൽ ഈ മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഒന്ന് പറയാം കണക്ക് അലക്കത്തിൽ പോകുന്ന ആൾ സിദ്ധിക്കുന്നുണ്ടെങ്കിൽ വമിക്കും നിങ്ങളിലുണ്ട് പെട്ടെന്ന് മരിച്ചോളൂ പെട്ടെന്ന് മരണപ്പെട്ടു ഒരു കാലം ഉണ്ടാവില്ല വളരെ കുറഞ്ഞ കാലം മാത്രം വമിക്കും നിങ്ങളിൽ ഈ മനുഷ്യന്മാരിൽ തന്നെയുണ്ട് ഉറക്കില്ല അരുതലുണ്ട് അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിന് അങ്ങേയറ്റത്തേക്ക് തള്ളി വിടുന്നവരുണ്ട് ഈ എല്ലാ വസ്തുക്കളെ കുറിച്ചും അറിവില്ലാതെ ഒന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് ചെറിയ കുട്ടികളുമായി വലിയ സിവിൽ സർവീസുകൾ വലിയ ഉദ്യോഗസ്ഥന്മാരായി ഒരുപാട് പിന്നെ ഉദ്യോഗസ്ഥരെ കീഴുള്ളവരെയും ഒക്കെ വിറപ്പിച്ച ഭയങ്കരമായ പവറുണ്ടായിരുന്ന ആൾക്കാർ അവസാനം വയസ്സായിട്ട് അവസാനം ചെറിയ കുട്ടികളുമായി ഒന്നും അറിയാത്ത ഒന്നും മനസ്സിലാവാത്ത ആളുകൾ പോലെയായിട്ടുണ്ടാവും കൂടി അത് വരേണ്ടതായി തന്നെ കാണാം അതിന്റെ മേലെ വെള്ളം വർഷിച്ചാൽ മഴ പെയ്താൽ അത് ഇളകും വികസിക്കും എന്നിട്ട് അതിന്റെ പുറത്തു നിന്ന് നല്ല നല്ല ഒന്നാം തരം ചെടികൾ കൗതുകമുള്ള ചെടികൾ മുളപ്പിക്കുകയും ചെയ്യുന്നു. എന്താ പറഞ്ഞേ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ വേറൊരു വിഷയം പറയും. അതെന്താണ്? വേനൽക്കാലത്ത് ഭൂമിന്റെ മുകളിലുള്ളതൊക്കെ ഉണങ്ങി വിത്തായി പുതുമഴ പെയ്തു. അപ്പൊ എന്താണ്ടായത്? ചെടികൾ നല്ല കൗതുകമുള്ള ചെടികൾ മുളച്ചില്ല. ഇതേപോലെ മനുഷ്യന്റെ വിത്തെന്താ? മണ്ണാണ്. മനുഷ്യൻ മണ്ണായിട്ട് മാറും. തിരിച്ചു കബറടക്കി. പിന്നീട് ബാക്കിൽ മനുഷ്യൻ എഴുന്നേറ്റ് വരും. ഇതുപോലെ മഴ പെയ്തപ്പോൾ ചെടി മുളച്ച പോലെ ചെടി വിത്തായി മാറി മണ്ണിന്റെ ഭാഗമായി മഴ പെയ്തപ്പോൾ ചെടി മുളച്ച പോലെ മനുഷ്യന്റെ വിത്തായി മാറി മണ്ണായി മാറി രണ്ടാമതും മനുഷ്യൻ എഴുന്നേറ്റ് വരും. അവനാണ് അല്ലാഹു. അവൻ സത്യമാണ്. അവനാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവൻ. അപ്പൊ ഈ ആദ്യത്തിൽ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താണ്? മരണത്തിന് ശേഷം ഉണ്ടാവുക. ഇനി ഇതിലൂടെ പഠിക്കുന്ന മറ്റൊരു കാര്യം, മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്ന് മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു ചില അത്ഭുതങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അസ്ഹാബുൽ കഥ. അസ്ഹാബുൽ കഹ്ഫ് വർഷങ്ങളോളം ഗുഹയിൽ ഉറങ്ങിക്കിടന്നിട്ട് പിന്നെ അവർ എഴുന്നേൽപ്പിച്ചു. എന്തിനു പറഞ്ഞാൽ ബാസിനെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു
മരിച്ചവരെങ്ങനെ എണീപ്പിക്കുക എന്നുള്ളത് കാണും. അള്ളാഹു കാണിച്ചു. അത് സംഭവം പറയും. ഫലസ്തീനിലൂടെ ഉസൈർ അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുമ്പോൾ ഫലസ്തീൻ ആകെ തകർന്നടിഞ്ഞ് കിടക്കണം. അന്നത്തെ കാലം ഫലസ്തീൻ ആകെ തകർന്നടിഞ്ഞ് കിടക്കുകയാണ്. ഇന്നത്തെ മറ്റേ ഇന്നിപ്പോ ഫലസ്തീൻ എങ്ങനെയാണ്? അന്ന് അതേപോലെ മുമ്പൊരു സംഭവം മുമ്പുണ്ടായിരുന്നു. അങ്ങനെ തകർന്നടിഞ്ഞ് കിടക്കുന്ന ഫലസ്തീനെ കണ്ടപ്പോൾ ആകെ ബിൽഡിങ്ങൊക്കെ തകർന്നടിഞ്ഞ് അതിൻ്റെ അടിയിൽ ഒരുപാട് മനുഷ്യ ജീവനൊക്കെ ഉണ്ട്. അപ്പൊ ഹുസൈൻ അലൈഹിസ്സലാം ചോദിച്ചു, എങ്ങനെയാണ് ഇനി ഇതൊക്കെ രണ്ടാമത് മരിച്ച മനുഷ്യന്മാരൊക്കെ എഴുന്നേറ്റ് വരിക? ചോദിച്ച ഉടനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പഠിപ്പിച്ചു. 100 കൊല്ലം കഴിഞ്ഞാണ് എഴുന്നേൽപ്പിച്ചു. കണ്ടിട്ടില്ല ഹദീസ് കെട്ടുകഥയൊന്നുമില്ല. ഖുർആൻ അൽബഖറ ഇബ്രാഹിം നബിയുടെ സംഭവം രണ്ട് ഞാൻ അടുത്തടുത്ത് കാണിച്ചാൽ അൽബഖറ അൽബഖറയിലെ 259 ആളുകൾ 259 ആളുകൾ അൽബഖറയിലെ 259 ആളുകൾ കണ്ടില്ലേ? അൽബഖറ ആദ്യ ഭാഗത്ത് തന്നെ മറിക്കാനൊന്നുമില്ലല്ലോ. ഓതിക്കൊള്ളു സംഭവങ്ങളാണ്. ശ്രദ്ധിക്കണം, രണ്ടു മാത്രമല്ല അവസാനിക്കില്ല. ഔ കല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ. അല്ലെങ്കിൽ ഇതാ മറ്റൊരാളുടെ ഉദാഹരണം എന്ന് പറയാൻ ഔ കല്ലദീ മർറ, നടന്നുപോയ ഒരാളുടെ ഉദാഹരണം. ആ വ്യക്തി ഉസൈർ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അദ്ദേഹം നടന്നു പോകണം. വലിയ അലാ ഖറിയ, ഗ്രാമത്തിലൂടെ നടന്നു പോകുന്നത്. ഗ്രാമം ഫലസ്തീനാണ്. ഫലസ്തീനാണ്. അത് നടന്നു പോകുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? വലിയ ഹാവിയത്തിനല്ല മനുഷ്യ, മേൽക്കൂരകളോടെ വീണടിഞ്ഞ് കിടക്കുന്ന ഒരു പട്ടണം. അത് ഫലസ്തീൻ. മേൽക്കൂരകളോടെ നമ്മളെ ഫലസ്തീൻ കോൺക്രീറ്റ് പോലെകളാണ് ഇതുപോലെ അന്നത്തെ കാലത്ത് തകർന്നടിഞ്ഞ് കിടക്കുകയാണ്. ആ നാട്ടിലൂടെ ആരെങ്കിലും നടന്നു പോകണം. ഉസൈർ അലൈഹിസ്സലാം നടന്നു പോകണം. അപ്പ ചോദിച്ചു, നിർജീവമായി പോയതിനു ശേഷം, ഇതൊക്കെ ചത്തുകൾ ഒടുങ്ങി എല്ലാം ഇങ്ങനെ ഒടുങ്ങിപ്പോയതിനു ശേഷം എങ്ങനെയായിരിക്കും അള്ളാഹുവിനെ ജീവിപ്പിക്കുക? കാരണം മേൽക്കൂരകളോടെ മുന്നണിക്ക് കിടക്കാൻ കുറെ
മനുഷ്യന്മാരുണ്ടാവും, ഉറപ്പല്ലേ? മേൽക്കൂരകളോട് വീടുകളൊക്കെ തകർന്ന് കിടക്കണം, കെട്ടിടങ്ങൾ തകർന്ന് കിടക്കണം. എങ്ങനെയാണ് ഈ പട്ടണം, ഈ ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാരെ മരിച്ചു, പടച്ചവൻ എങ്ങനെയൊക്കെയാണ് ജീവിപ്പിച്ച് കൊണ്ടുവരിക എന്ന് ആര് ചോദിച്ചു? അദ്ദേഹത്തെ മരിപ്പിച്ചു. ഇത് ചോദിച്ചോളൂ. അപ്പം എന്താക്കി? അദ്ദേഹത്തെ മരിപ്പിച്ചു. നിങ്ങളുടെ ആമി എത്ര കൊല്ലം? 100 കൊല്ലം മരിച്ചെടുക്കണം. ഭയങ്കര അമാനുഷികമായ കാര്യമാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തെ അള്ളാഹു എഴുന്നേൽപ്പിച്ചു. അത് ഈ ബാലത്ത് മറ്റേ ബാലത്തല്ല. അള്ളാഹു തആല ഒരു വലിയൊരു പരീക്ഷണത്തിന് വേണ്ടി, ദൃഷ്ടാന്തത്തിന് വേണ്ടി 100 കൊല്ലം മരിപ്പിച്ച് കിടത്തിയിട്ട് പിന്നെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അവ ചോദിച്ചു, കാലക്കം ലഭിത്ത, എത്ര കാലം കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവും, എത്ര പണിയിട്ടുണ്ടാവും, വല്ല ധൈര്യം, വല്ല കണക്കുണ്ടോ? അദ്ദേഹം പറഞ്ഞു, കാലം ലഭിച്ചു യോഗമെന്നാ പറഞ്ഞോ, ഞാൻ 1 ദിവസം അല്ലെങ്കിൽ 1 ദിവസത്തിന്റെ കുറച്ച് ഭാഗം അത്രയും കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ. ഇപ്പം എത്രയും സംഭവം കൊല്ലത്രയും. അപ്പം അമ്മ പറഞ്ഞു, ഫംബുരിയാമിക്ക, ഭക്ഷണം നോക്ക്, ഉപശരാമിക്ക, വെള്ളം നോക്ക്, എല്ലാം വ്യത്യസ്തന്നെ. അതിന് ഒരു മാറ്റം വന്നിട്ടില്ല. വെള്ളം ഭക്ഷണം ഒരു മാറ്റമില്ല. അതങ്ങനെ തന്നെയാണ്. ഭയങ്കര ദൃഷ്ടാന്തല്ല. എന്നാൽ ബാക്കിപ്പടി നോക്കിയവർക്ക് ഫംബുരിയ ഹിമാനിക്ക, നിന്റെ കഴുത. അപ്പം കഴുതന്റെ പുറത്താണ് യാത്ര ചെയ്യാം. എന്തിനെ പുറത്തായിരിക്കും ഉണ്ടാവുക? കഴുതപ്പുറത്തല്ലേ യാത്ര. ആ കഴുതനെ നോക്ക്, എന്താണത്? ഓരോ കഥ പറയില്ല, ജനങ്ങൾക്ക് ദൃഷ്ടാന്താക്കാൻ വേണ്ടിയിട്ടാണ്. കഴുതനെ നോക്കിയപ്പോ എന്താ കണ്ടത്? അപ്പൊ നോക്കിയപ്പോ എന്താ കാണുന്ന വെച്ചാൽ എല്ലാവരും കിടക്കണം. കഴുത്ത 100 കൊല്ലായി ചേർത്തിട്ട് ഭക്ഷണത്തിന് വളർത്തുന്ന ഒരു വ്യത്യസ്തന്നെ, ഒരു മാറ്റമില്ല. പക്ഷെ കഴുത എന്തായിട്ടുണ്ട്? അവിടെ ചത്തിട്ട് എല്ല് മാത്രമേ ഉള്ളൂ. അപ്പൊ അള്ളാഹ് പറയാണ്, എന്താ ചോദിച്ചത്? മനുഷ്യനൊക്കെ എങ്ങനെ ജീവിക്കണല്ലേ? അള്ളാഹ് പറയും, ഈ എല്ലിലേക്ക് നോക്ക്, കൈഫുഹ, എങ്ങനെയാണ് നാം അതിനെ എഴുന്നേൽപ്പിക്കുന്നതെന്ന് നീ നോക്ക്. തുമ്പ നെക്സൂഹ രഹ്മ, ആ എല്ലിന് മാംസം കൊണ്ട് എങ്ങനെ പൊതിഞ്ഞു നോക്ക്. നെക്സൂഹ രഹ്മ, ആ വാക്കിലാണ് നേരത്തെ പറഞ്ഞത്. തുമ്പ കസൗര നിലാമ, തുമ്പ കസൗര നിലാമ ലഹ്മ, നമ്മളെ നിലാമിനെ മാംസം കൊണ്ട് പൊതിഞ്ഞിറങ്ങില്ലേ? ആ പൊതിയെന്തിനാ അറിയാം? അത് അതേമാതിരി കഴിക്കുന്നത് പഠിപ്പിക്കാനാണ്. നമ്മളെ ഈ എല്ലിന്റെ മേലുള്ള പൊതിണ്ടല്ല, ഇറച്ചി മണ്ണുകാട് കൊണ്ടേച്ച് മരിച്ചെന്താ കഴിക്കുക? അത് അതേമാതിരി എല്ലുമ്പോൾ ഉള്ളിൽ പോകും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് കൈലൊക്കെ എല്ലാം കിടക്കുന്നത്. എന്നിട്ട് ആ എല്ല് മാത്രം ഇങ്ങനെ കിടക്കുക. ആ എല്ലിനടാ മാംസം വന്ന് പൊതിയാണ്. ആര് കാണാണ്? ഗുജറാത്തിലെ കാണാണ്. കൈഫ സുഖ സുഖ ലഹ്മ, നോക്കിക്കൊപ്പം പൊതിയ. അങ്ങനെ ആ എല്ലായി മാറിയ കഴുതയുടെ എല്ലിന്റെ മുകളിൽ ഇറച്ചി വന്ന് പൊതിഞ്ഞ് അതിന് ജീവക്ക് ഫലമാകൂ. അങ്ങനെ അദ്ദേഹത്തിന് അത് വ്യക്തമായി കാര്യം കൂടിയിട്ട് മനസ്സിലായപ്പോൾ അദ്ദേഹം പറഞ്ഞു, നന്നായി മനസ്സിലാക്കി. അന്നമാല പുലിശ്ശേരി കതീർ, അമ്മാവ് എല്ലാത്തിനും ഉള്ളവനാണ് മനസ്സിലായി. നമ്മളങ്ങനെ എന്തൊക്കെ അലക്കത്താക്കി മുഖത്താക്കി മാറ്റാൻ മാത്രമല്ല, പിന്നെ നിങ്ങളിങ്ങനെ ഓരോന്ന് റിലീസായിട്ട് അയച്ചെടുക്കലാർക്ക് പറ്റും, അള്ളാഹ് പറ്റും. വീണ്ടും രണ്ടാമതും ഇതേപോലെ രണ്ടാമത്തെ ജീവിതം നൽകാനായിട്ട് പറ്റും. ഇനി തൊട്ട് ഒരു ഉദയമിസ്ലാം ഇബ്രാഹിം നബി കേട്ടോ. വൈദ്യകാരി ഇബ്രാഹിം ചോദിച്ച സന്ദർഭം ഓർക്കണം, മറക്കണ്ട. വൈദ്യകാരി ഇബ്രാഹിം നബി പണ്ട് ചോദിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ഓർക്കണം, മറക്കരുത്. എന്താ ചോദിച്ചത്? റബ്ബി അരിനെ, റബ്ബെ എനിക്ക് കാണിച്ചോളാം. കാരണം കണ്ടോട്ടെ. എന്താ കാണേണ്ടത്? കൈഫ തുണിയിൽ പോകുന്ന മരിച്ച ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കാന്നൊന്ന് കാണിച്ചോളാം വിളിച്ചത്. അപ്പൊ അത് ചോദിച്ചിട്ടുണ്ട്, എന്താ അവരെ ചോദി എന്റെ വിശ്വാസത്തെ തീരുമാനിച്ചത് കണ്ടാലേ വിശ്വസിക്കുള്ളൂ. ഇബ്രാഹിം നബിക്ക് ഒരു തോന്നി, എന്താണ് മരിച്ചവരെങ്ങനെയാണ് ജീവിപ്പിക്കാറ്. അപ്പൊ അള്ള ചോദിച്ച ചോദ്യം എന്താണ്? അത് കാരണം ആവശ്യമില്ല, ഇമാൻ ഉണ്ടായാൽ മതി. അവരെ തോന്നി എന്താ ഇമാൻ ഇരിക്കുന്നത്? ഇബ്രാഹിം പറഞ്ഞ കാലം വരാ ഇമാന്റെ കുറവെന്നല്ല, ഇമാനൊക്കെ ഉണ്ട്.
പക്ഷേ ഒരാൾക്ക് ദീർഘമായിട്ടൊക്കെ കരുതി എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ ഒരു ചിന്തതാണ്. അപ്പൊ മനസ്സിനൊരു സമാധാനം കിട്ടാനാണ്. എങ്ങനെ മരിച്ചോര് വീണ്ടും ജീവിപ്പിക്കുന്ന മനസ്സിന് സമാധാനം കിട്ടില്ല. എങ്ങനെ അതുകൂടി അറിയിച്ചാല് മരിച്ച ശേഷം വീണ്ടും ഒരു ജീവിതം ഉണ്ടെന്ന് പറയുമ്പോഴാണ് മനുഷ്യന് സമാധാനം ഉണ്ടാവുള്ളൂ. സമാധാനം കിട്ടാൻ ഒരൊറ്റ വിശ്വാസമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ സമാധാനം കിട്ടാൻ ഇവിടെ പോലെ കിട്ടില്ല. 10 രൂപയ്ക്ക് സമാധാനം കിട്ടില്ല, കോടികൾ ഇപ്പോൾ സമാധാനം കിട്ടില്ല. സമാധാനം ഒന്നും ആകാൻ കിട്ടില്ല. എവിടുന്ന് സമാധാനം കിട്ടില്ല. അലാഭില്ലാഹിക്കത്തുമായി കിടക്കുള്ളൂ. എന്നാലും ഓർത്തോളി, നല്ലതൊക്കെ ഓർത്തോളി, സമാധാനം ഉണ്ടാവും. ആരും ഇവിടെ കഷ്ടപ്പെടുത്തില്ല. എപ്പോഴും സമാധാനം നഷ്ടപ്പെടുന്നതാണ്. ഒരു മനുഷ്യനെ സമാധാനം നഷ്ടപ്പെടാൻ നമുക്ക് മനസ്സ് വേദനിക്കുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ, അല്ലെ അല്ലെ ആര് നമ്മളെ വഞ്ചിച്ചാലും, ആര് ചതിച്ചാലും, ആര് വേദനിപ്പിച്ചാലും നിങ്ങൾക്ക് ഒരു സമാധാനം നഷ്ടപ്പെടില്ല. എന്തിന്റെ ആഹ്ലത്തിൽ വിശ്വാസം. കാരണം ഇതിനൊക്കെ പഠിച്ചാൽ ഒന്നു കൊടുക്കുള്ളൂ. ആഹ്ലത്തിൽ കൊടുക്കും. ഇതിനാണ് ടെൻഷൻ. ആഹ്ലത്തിലുള്ള വിശ്വാസം മാത്രമേ മനുഷ്യന്റെ മനസ്സിന് സമാധാനം കിട്ടുള്ളൂ. നമ്മളിങ്ങനെ ഉറക്കം ഇല്ലാതായി പറയാൻ അങ്ങോട്ട് ചിന്തിച്ച് ഇങ്ങനെ തീരുമാനിക്കാൻ കിടക്കൊന്നും വേണ്ട. നിങ്ങൾ ചൊല്ലിപ്പറഞ്ഞ് നിങ്ങളുടെ ദ്വാരകൾ അള്ളാഹ് തവറുകൾ കിടക്കുമ്പോൾ എല്ലാ ടെൻഷനും പോകും. എല്ലാ ടെൻഷനും പോകും. അപ്പൊ മരണത്തിന് ശേഷം ജീവിതം കിട്ടുന്നതാണ് സമാധാനം. സ്വന്തം വാപ്പാനെ 3 മക്കളെ ഒരാൾ കൊന്നു. 3 മക്കളെ കൊന്നു. ആ വാപ്പി കരഞ്ഞ് ജീവിക്കണം. സമാധാനമില്ല മനുഷ്യന്, അല്ലേ? എന്നാൽ ആഹ്ലത്തെ കുറിച്ച് ഓർമ്മ ഇനിയിപ്പോ ആ 3 മക്കളെ കൊന്ന ഒരുത്തരം അവനെ കിട്ടിയാൽ തന്നെ കോടതി ശിക്ഷിച്ചിട്ട് തന്നെ, അല്ലെ? ഒരു മോളെ കൊന്നിനുമായി 2 മക്കളെ കൊന്നിന് ശിക്ഷിച്ച് ബാക്കിയില്ലേ? ഇല്ലേ? അപ്പൊ സമാധാനം കിട്ടാൻ എന്ത് വേണം? ഒരു ലോകം ഉണ്ട്, പരലോകം ഉണ്ട്. അതാണ് മനുഷ്യനെ മനസ്സിൽ. അതാണ് ഇബ്രാഹിം പറഞ്ഞത്. അല്ല ഈമാൻ ഞാനിട്ടല്ല. ശരി. അപ്പൊ എന്നാല് ഇബ്രാഹിം ചോദിച്ചതല്ലേ അള്ള പറഞ്ഞോ ബഹുദർഭേട്ട ദിനത്തെ ഒരു 4 ഭക്ഷണം പിടിച്ചോ. ഒന്നും പിടിക്കാം. അർബാത്ത ദിനത്തെ 4 ഭക്ഷണം പിടിക്കും. ഇപ്പൊ സുഖമില്ല. നീലേക്ക് ചേർത്ത് നോക്കണം, പരിശോധിക്കും. ചേർത്ത് പിടിച്ചൊന്ന് പരിശോധിക്കാൻ ഒറിജിനൽ എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട് ഒരു മാജിക്ക്, നമ്മുടെ നാട്ടിൽ മാജിക്കൊക്കെ കാണിക്കുന്നുണ്ട്. പാത്രങ്ങൾ നോക്കിയില്ല ഒന്നുമില്ല, നമ്മൾ ഉറപ്പിക്കുമല്ലോ. ഇബ്രാഹിം എന്നാണ് 4 ഭക്ഷണം എനിക്കും തരണ്ട. 4 ഭക്ഷണം പിടിച്ചോ. എന്നിട്ട് ശരിക്കും എടുത്ത് കടുപ്പിച്ച് നല്ലോണം നോക്കിക്കോ. ഇപ്പൊ സുഖമില്ലായിരിക്കും. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അതിനെ കഷ്ണങ്ങളാക്കി കൊടുക്കുക. എന്നിട്ട് സുമ്മ ചെയ്യാൻ ഈ ജബലിനെ കൊണ്ട് ചുറ്റുക. ഈ ചുറ്റുള്ള മലന്റെ മേലെ ഓരോന്ന് മലന്റെ മേലെ ഓരോ കഷ്ണം കൊണ്ടേ സുമ്മ പിന്നെ പിടിച്ചോ. മുറിച്ചിട്ട് പല മല കൊണ്ടേ സുമ്മ പിടിക്കുക. അതിങ്ങനെ പറന്ന് നിന്റെ അടുക്കിലേക്ക് വിടും. പറന്ന് നിന്റെ അടുക്കിലേക്ക് വിടും. വായന മനസ്സിലാക്കിക്കോ. നടത്താൻ പറഞ്ഞ് പ്രയോജനം ചെയ്തു. അതേപോലെ സംബന്ധിച്ചു. എന്താ പറയാ? വായന മനസ്സിലാക്കി വാഹനമാക്കി അള്ളാഹു പ്രതാപശാലി യുക്തിമാനമാണ്. നാട്ടായത് അള്ളാഹുന്നത് അള്ളാഹുല്ലാത്ത കഴിവുകളൊക്കെ ആഴം മനസ്സിലാക്കി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സൂറത്തിൽ ഭൂമിയിലെ ഈ ആയത്തും നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ആ യുദ്ധത്തെ മലക്കത്തൊക്കെ മാറി വന്ന ഘട്ടത്തെക്കുറിച്ച് പറയാനല്ല, മറിച്ച് മരണത്തിന് ശേഷം ഇവരുടെ ഒരു ജീവിതം കൂടി എന്ന് പറയാനാണ്. ഈ അറിവ് നമ്മളെ മുമ്പിലായിട്ട് ജീവിച്ച് മുമ്പിലായി വഹിക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് സൂറത്തിൽ മുമ്പിയോയിൽ ഈ ആയത്തൊക്കെ കൊണ്ടുവന്നത്. ഇങ്ങനെ നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ, അങ്ങനെ മരിച്ചാൽ ഈ സൂറത്തിൽ അവസാന ഭാഗത്ത് ഒരു വലിയ പ്രാർത്ഥന അറിവില്ലായ്മ വന്നുപോയ തെറ്റുകുറ്റി വിട്ടുകൊടുക്കും. മരണപ്പെട്ടു വരുമ്പോൾ അള്ളാഹു നമുക്ക് എൽമിനെ വർദ്ധിച്ചു തീരുമാനമാവട്ടെ. ഈമാനും തത്വയും കൃഷിയും വർദ്ധിച്ചു തീരുമാനമാവട്ടെ. അള്ളാഹുവിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരും ആകർഷിക്കുമാവട്ടെ. നമ്മുടെ ജോലിയിൽ, നമ്മുടെ ഏർപ്പാടിൽ, നമ്മുടെ കച്ചവടത്തിലുമെല്ലാം അള്ളാഹു ഉറപ്പും ഞമ്മട്ടും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കളെ സാക്ഷിയായ മക്കളാക്കിയിരിക്കട്ടെ. അള്ളാഹു എല്ലാത്തിനും ദിവസവും ഇതേപോലെ സന്തോഷത്തോടുകൂടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് കിട്ടുമാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.
വബറകാതുഹു.